الحمد لله الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم بفضل بسم الله الرحمن الرحيم المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. وقال النبي صلى الله عليه وسلم أيكم مال وارثه أحب إليه من ماله قالوا يا رسول الله ما منا أحد إلا ماله أحب إليه فقال صلى الله عليه وسلم فإن ماله ما قدم ومال وارثه ما أخر لولا الشيوخ لإلهي ركعوا وصبية من اليتامى ومهملات للفلاة رتعوا صب عليكم العذاب واسرعوا مصطفى جانے رحمت پہ لاکھوں سلام شمع بز میں ہدایت پہ لاکھوں سلام مصطفیٰ جان رحمت پہ لاکھوں سلام شمع بز میں ہدایت پہ لاکھوں سلام شہر یار ارم تاجدار حرم شہر یار ارم تاجدار حرم نوبہار شفاعت پہ لاکھوں سلام نوبہار شفاعت پہ لاکھوں سلام
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ശ്രേഷ്ഠമാർന്ന ഈ മജ്ലിസിൽ വന്നെത്തിയ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം അവൻ്റെ അടുക്കൽ പൊരുത്തമുള്ള നല്ല സംഗമമായി സ്വീകരിക്കുമാറാകട്ടെ. ഈ മജ്ലിസിൻ്റെ കാരണം കൊണ്ട് നമ്മുടെ ഉമ്മവാപ്പമാർ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയ്യത്ത് ചെയ്തവർ, നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, നമ്മുടെ മജ്ലിസുകൾ ഒരുമിച്ച് കൂടുന്നവർ, എല്ലാവർക്കും നാളെ ജന്നത്തുൽ നഈം എന്ന സ്വർഗീയ ആരാമത്തിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് സംഗമിക്കുവാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ട് ഖബറിൻ്റെ ഏകാന്തതയിൽ കഴിയുന്ന നമ്മുടെ മുൻഗാമികളുടെ ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗീയ ആരാമങ്ങളാക്കി പരിലസിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് മാപ്പാക്കി നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ മഹിതമാർന്ന മഹത്വമാർന്ന പദവികൾ പറഞ്ഞു നൽകിയ വിജ്ഞാനത്തിൻ്റെ മജ്ലിസിലാണ് ഞങ്ങളുള്ളത്. അല്ലാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അവൻ്റെ പൊരുത്തമുള്ളതാക്കുമാറാകട്ടെ. ഈ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മുടെ ഖൽബുകളിൽ പുതിയ കുറേ പ്രതിജ്ഞകളും ജീവിതത്തിൽ സുഹൃത വസന്തങ്ങളാൽ സമ്പന്നമായ കുറേ നല്ല മൂല്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പിരിയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഒരുപാട് ശ്രേഷ്ഠതകളും മഹത്വങ്ങളും, അല്ലാഹു വലിയ നിഅമത്താണ് നമുക്ക് സമ്പത്ത് നൽകുക എന്നത്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് നൽകുക എന്ന് പറഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണ്. എല്ലാവർക്കും അല്ലാഹു സമ്പത്ത് നൽകിയിട്ടില്ല. അല്ലാഹുവിൻ്റെ ധാരാളം അനുഗ്രഹങ്ങളിൽ മഹിതമായ ഒരു അനുഗ്രഹമാണ് സമ്പത്ത്. ആ സമ്പത്ത് വളരെ വിദഗ്ധമായി വിനിയോഗിക്കുന്നയാൾ വിജയിച്ചയാളാണ്. ആ സമ്പത്ത് അല്ലാഹുവിൻ്റെ തീരുമാനങ്ങൾക്കും അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്കും അല്ലാഹുവിൻ്റെ അനുശാസനങ്ങൾക്കും എതിരായി വർത്തിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നയാളിന് ആ സമ്പത്ത് വലിയ വിനയാണ്. അയാൾ വലിയ വില അതിന് നൽകേണ്ടി വരും ആഖിറത്തിൽ. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 120 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഞാനും നിങ്ങളും അടക്കം വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഈ അടുത്ത സമയത്ത് ഒരു കണക്കെടുപ്പ് നടത്തുകയുണ്ടായി. എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തികമായ എക്കണോമിക് ക്രൈസിസുകളെ, സാമ്പത്തിക പ്രതിസന്ധികളെ വളരെ വിദഗ്ധമായി അവലോകനം നടത്തിയ ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന സംഘടന ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതികളെ സംബന്ധിച്ച് പഠനം നടത്തി അവതരിപ്പിച്ച പ്രബന്ധത്തിൽ പറയുന്നു, 120 കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ 120 കോടി ജനങ്ങൾ വസിക്കുന്ന ഇന്ത്യ രാജ്യത്ത് 650 മില്യൺ ദരിദ്രരായ ആളുകൾ താമസിക്കുന്നുണ്ട്. 650 മില്യൺ ദരിദ്രർ എന്ന് പറഞ്ഞാൽ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം എന്നാണ്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം എന്നാണ്. 650 മില്യൺ എന്ന് പറഞ്ഞാൽ 65 കോടി ജനങ്ങൾ
ഏകദേശം 120 കോടി ജനസംഖ്യയുള്ള ഇന്ത്യ രാജ്യത്തിന്റെ 65 കോടി ജനങ്ങളും ദാരിദ്ര്യരായി, കുടിക്കാൻ വെള്ളമില്ലാതെ, അവർക്ക് വൈദ്യുതമായ സംവിധാനങ്ങളോ ഫെസിലിറ്റീസുകളോ ഇല്ലാതെ, കിടക്കാൻ കൂരയില്ലാതെ, ഭക്ഷിക്കാൻ ആഹാരമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളാണ്. 650 മില്യൺ ജനങ്ങളിൽ 34% കാര്യം എടുത്തു വെച്ച് പ്രത്യേകം പഠനം നടത്തുന്നുണ്ട്. 120 കോടി ജനങ്ങൾ വസിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ആ ജനങ്ങളിൽ 65% വരുന്ന ജനങ്ങളും ദരിദ്രരാണെന്ന് കണ്ടെത്തിയ ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന സംഘടന തുടർന്ന് പറയുന്നത് കാണാം. ഈ ഇന്ത്യ രാജ്യത്ത് 34% വരുന്ന ജനങ്ങൾ 340 കോടി വരുന്ന ജനങ്ങളിൽ പരമദരിദ്രരാണ്. പരമദരിദ്രരെന്ന് പറഞ്ഞാൽ അവർക്ക് വസിക്കാൻ പാർപ്പിടങ്ങളില്ല, അവർക്ക് ഭക്ഷിക്കാൻ ആഹാരമില്ല, അവർക്ക് ശുദ്ധജല പ്രവാഹങ്ങളോ ശുദ്ധജല ഇടപാടുകൾ നടത്താനുള്ള ഫെസിലിറ്റീസുകളോ ലഭിക്കുന്നില്ല. മാത്രമല്ല വൈദ്യുത സംവിധാനങ്ങൾ അവരെ സ്പർശിച്ചിട്ടില്ല എന്ന് തുടങ്ങി അതാ ദാരിദ്ര്യരേഖയിൽ താഴെ അടിത്തട്ടിലാണ് ഇന്ത്യ രാജ്യത്തിലെ 340 കോടി ജനങ്ങളും താമസിക്കുന്നതെന്ന് ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടന ഇന്ത്യ രാജ്യത്തിന്റെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പഠനം നടത്തി അവതരിപ്പിച്ച പ്രബന്ധത്തിൽ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ഇന്ത്യക്കാരായ മുസ്ലിമീങ്ങളെ, ഞാനും നിങ്ങളും കണ്ട ഇന്ത്യയല്ല യഥാർത്ഥത്തിൽ ഇന്ത്യ. ഞാനും നിങ്ങളും കണ്ട ഇന്ത്യയാണ് താജ്മഹലിന്റെ ഇന്ത്യയാണ്. ആ താജ്മഹൽ എന്ന് പറഞ്ഞാൽ മുഗൾ ചക്രവർത്തിമാരുടെ ശില്പകലാവൈദഗ്ധ്യത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായി ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ആഗ്രയിൽ നിൽക്കുന്ന താജ്മഹലിന്റെ ഇന്ത്യയാണ് ഞാനും നിങ്ങളും ദർശിക്കുന്ന ഇന്ത്യ. താജ്മഹലിന്റെ ഇന്ത്യയല്ല യഥാർത്ഥത്തിലുള്ള ഇന്ത്യ. അതുപോലെ കുത്തബ് മീനാറിന്റെ നമ്മൾ കണ്ട ഇന്ത്യയല്ല യഥാർത്ഥത്തിലുള്ള ഇന്ത്യ. ചാർമിനാറിന്റെ നമ്മൾ കണ്ട മനോഹരമായ ഇന്ത്യയല്ല യഥാർത്ഥത്തിലുള്ള ഇന്ത്യ. ഡൽഹിയിലെ ചുവന്ന കോട്ടമല നിൽക്കുന്ന മനോഹരമായ ഇന്ത്യയല്ല ഞാനും നിങ്ങളും മനസ്സിലാക്കിയ ഇന്ത്യ. ആ കാണുന്ന ഇന്ത്യയെക്കാൾ മറുലോകത്ത് മറ്റൊരു ഇന്ത്യയുണ്ട്. ആ ഇന്ത്യയെക്കാൾ ഡൽഹിയിൽ പോയി കുത്തബ് മീനാറിന്റെ മിനാരങ്ങളെ കണ്ടാൽ മതിയാവില്ല, താജ്മഹലിന്റെ മിനാരങ്ങളെ കണ്ടാൽ മതിയാവില്ല, ചുവന്ന കോട്ടയുടെ ചുവന്ന മിനാരങ്ങളെയും കുത്തബുകളെയും കണ്ടാൽ മതിയാവില്ല. ആ ഇന്ത്യയെക്കാൾ എവിടേക്ക് പോകണമെന്നറിയുമോ? നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്, ബുദ്ധദേവ് ഭട്ടാചാര്യരുടെ പശ്ചിമ ബംഗാളിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്, ആസാമിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്, കാശ്മീരിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ പൂങ്കാവനം വിശേഷിപ്പിക്കപ്പെടുന്ന കാശ്മീരിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? ഈ അടുത്ത സമയത്ത് കലാപത്തിന്റെ കൊടുങ്കാറ്റടിച്ച ആസാമിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? ബുദ്ധദേവ് ഭട്ടാചാര്യരുടെ പശ്ചിമ ബംഗാളിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? അതുപോലെ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലേക്ക് കടന്നു എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെ ഗ്രാമങ്ങളിൽ വസിക്കുന്ന ആളുകൾക്ക് വേണ്ടവിധം ഭക്ഷണം ലഭിക്കുന്നില്ല, പോഷകാഹാരം ലഭിക്കുന്നില്ല, ട്രീറ്റ്മെന്റുകൾ ലഭിക്കുന്നില്ല, അവർക്ക് ശുദ്ധജലം ലഭിക്കുന്നില്ല, അവർക്ക് പാർപ്പിട സൗകര്യങ്ങളില്ല, അവർക്ക് ഒരു നേരത്തെ അന്നത്തിന് വകയില്ല. എന്നാൽ ആ ഇന്ത്യ രാജ്യത്താണ് മുകേഷ് അംബാനി എന്ന് പറയുന്ന 2120 കോടി ഡോളറിന്റെ ആസ്തിയുള്ള കോർപ്പറേറ്റ് ഭീമന്റെ രാജ്യമുണ്ട്. ആ ഇന്ത്യ രാജ്യത്താണ് 2120 കോടി ഡോളറിന്റെ ആസ്തിയുള്ള മുകേഷ് അംബാനി എന്ന് പറയുന്ന കോർപ്പറേറ്റ് ഭീമൻ അരങ്ങു തകർക്കുന്നത്. ആ ഇന്ത്യയിലാണ് 1220 കോടി ഡോളറിന്റെ ആസ്തിയുള്ള അസിം പ്രേംജി എന്ന് പറയുന്ന കോർപ്പറേറ്റ് ഭീമൻ താമസിക്കുന്നത്. 1600 കോടി ഡോളറിന്റെ ആസ്തിയുള്ള ലക്ഷ്മി മിത്തൽ എന്ന് പറയുന്ന കോടീശ്വരൻ താമസിക്കുന്നത് ആ ഇന്ത്യയിലാണ്. പാലോൻജി മിത്രയെ പോലെ, ദിലീപ് സാങ്വിയെ പോലെ, അഖിൽ ഗോദ്രേജിനെ പോലെ, സാവിത്രി ചിണ്ടലിനെ പോലെ, രവി റോയിയെ പോലെ, ഹിന്ദുജാ ബ്രദേഴ്സിനെ പോലെ, കുമാർ മംഗള പിള്ളയെ പോലെ ധാരാളം കോർപ്പറേറ്റ് ഭീമന്മാരായ കോടീശ്വരന്മാർ ആ ഇന്ത്യയിലാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ 2120 കോടി ഡോളറിന്റെ ആസ്തിയുള്ള മുകേഷ് അംബാനി എന്ന് പറയുന്ന ഈ രാജ്യത്തെ കോർപ്പറേറ്റ് ഭീമൻ ഇന്ത്യ രാജ്യത്തിന്റെ മെട്രോപൊളിറ്റിക്കൽ സിറ്റിയായ മുംബൈയിൽ ഒരു ബിൽഡിംഗ് പടുത്തുയർത്തി
നിർത്തിയിട്ടുണ്ട്. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മുകേഷ് അംബാനി, ഏത് മുകേഷ് അംബാനി? 2120 കോടി രൂപയുടെ ആസ്തിയുള്ള മുകേഷ് അംബാനി ഇന്ത്യ രാജ്യത്തിന്റെ മെട്രോപൊളിറ്റൻ സിറ്റിയായ ബോംബെ എന്ന് പറയുന്ന വലിയ നഗരത്തിൽ ഒരു പടുകൂറ്റൻ ഫ്ലാറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഹെലിപാഡ് സംവിധാനങ്ങളടക്കം ഹെലികോപ്റ്റർ ഡയറക്റ്റ് വന്നിറങ്ങാൻ പറ്റുന്ന പാകത്തിൽ വലിയ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഹെലിപാഡ് ഫെസിലിറ്റീസുകൾ അടക്കമുള്ള വലിയ ബിൽഡിംഗ് പണിതുയർത്തിയിട്ടുണ്ട്. ആ ബിൽഡിംഗിന്റെ മുകളിൽ കയറിയിട്ട് മുകേഷ് അംബാനി പടുത്തുയർത്തിയ ബോംബെയിലെ മെട്രോപൊളിറ്റൻ സിറ്റിയായ ബോംബെയിലെ മുകേഷ് അംബാനിയുടെ പടുകൂറ്റൻ ബിൽഡിംഗിന്റെ മുകളിൽ കയറി നിന്നിട്ട് താഴോട്ട് നോക്കിയാൽ ഇന്ത്യ രാജ്യത്തിന്റെ മെട്രോപൊളിറ്റൻ സിറ്റികളിലൊന്നായ ബോംബെയുടെ തെരുവോരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ബോംബെയുടെ തെരുവോരങ്ങൾ മാത്രമല്ല, എനിക്ക് അവിടെ കാണാൻ കഴിയുന്നത് ബോംബെയുടെ തെരുവോരങ്ങളിൽ അതാ അസ്ഥിക്ക് വകുപ്പില്ലാത്ത ഒരു അന്നത്തിന് വകുപ്പില്ലാതെ പട്ടിയോടും പന്നിയോടും കാക്കയോടും പൂച്ചയോടും എല്ലാം മല്ലടിച്ച് 5 സ്റ്റാർ ഹോട്ടലുകളിൽ വലിച്ചെറിയുന്ന ചവറുകളിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ആ ചവറ്റുകുട്ടകളിലും ചപ്പുചവറുകൾ വലിച്ചെറിയുന്ന അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് ആളുകൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കടിപിടി കൂടുന്നത് കാണാം. ആരോട്? പട്ടിയോടോ പൂച്ചയോടോ കാക്കയോടോ പന്നിയോടോ എല്ലാം മല്ലടിച്ചിട്ട് ഒരു നേരത്തെ അന്നം കഴിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ ബോംബെയുടെ തെരുവോരങ്ങളിൽ കാണണമെങ്കിൽ 2020 കോടി രൂപ ആസ്തിയുള്ള മുകേഷ് അംബാനി ബോംബെയിൽ പണിതുയർത്തിയ പടുകൂറ്റൻ ഫ്ലാറ്റിന്റെ മുകളിൽ കയറുന്നത് ബോംബെ നഗരത്തെ ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ത്യ രാജ്യത്താണ് നിങ്ങളറിയുമോ ഈ അടുത്ത സമയത്ത് 2G സ്പെക്ട്രം അഴിമതിയേറെയുണ്ടായി. എന്താണ് 2G സ്പെക്ട്രം അഴിമതി എന്നറിയുമോ? 1,76,645 കോടിയുടെ അഴിമതി. എന്റെയും നിങ്ങളുടെയും പണമടക്കം സ്വരൂപിച്ചു വെച്ച ഇന്ത്യ രാജ്യത്തിന്റെ പൊതുപൊതുരാകുമെന്ന് രാഷ്ട്രീയത്തിന്റെ പേരിൽ അറിയില്ലാത്ത പൊളിറ്റിക്കൽ കാപാലികന്മാർ 1,76,645 കോടി രൂപ കടമെടുത്ത് കളഞ്ഞെങ്കിൽ ആ 2G സ്പെക്ട്രം അഴിമതി നടന്നത് ഈ ഇന്ത്യ രാജ്യത്താണ്. ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തികമായ വ്യവസ്ഥകളെയും ഇന്ത്യ രാജ്യത്തിന്റെ ബാങ്കുകളെയും പരിശോധിച്ചു നോക്കിയാൽ എത്രയോ പാവപ്പെട്ട ആളുകൾ ഭക്ഷണം കിട്ടാതെ, ശുദ്ധജലത്തിന്റെ ലഭ്യത ലഭിക്കാതെ, വൈദ്യുതിയുടെ ഫെസിലിറ്റീസുകൾ അനുഭവിക്കാതെ കഷ്ടപ്പെട്ട് കഴിയുകയാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം പറയാൻ ആർക്കാണ് കഴിയുന്നത്? നിങ്ങളെ ആലോചിച്ചു നോക്കുക. ഇത്രയും പ്രതിസന്ധി നിർഭരമായി നിൽക്കുന്ന സാമ്പത്തികമായ തകിടം മറിച്ചലുകളുടെയും സാമ്പത്തികമായ അധപ്പതനങ്ങളുടെയും വേളയായിട്ട് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യ രാജ്യം മാറിക്കൊണ്ട് നിൽക്കുമ്പോൾ ലോകതലത്തിൽ സൗദി അറേബ്യ അടക്കം, ഖത്തറടക്കം, ഒമാനടക്കം, മസ്കറ്റ് അടക്കം, ദുബൈ അടക്കം, സോവിയറ്റ് റഷ്യയടക്കം, പോകട്ടെ വ്ളാഡിമിർ പുതിയ റഷ്യയടക്കം, ചൈനയടക്കം, ബെൽജിയം അടക്കം, ഫ്രാൻസ് അടക്കം, ഇറ്റലി അടക്കം, അമേരിക്ക അടക്കം, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള രാഷ്ട്രങ്ങളിൽ കുറെ നഗരങ്ങളിൽ കാണുന്ന പടുകൂറ്റൻ ഫ്ലാറ്റുകൾക്ക് പിന്നാമ്പുറങ്ങളിലേക്ക് അന്വേഷിച്ചു പോയാൽ പാവപ്പെട്ടവന്മാർ അഷ്ടിക്ക് വകുപ്പില്ലാതെ പട്ടിയോടും പൂച്ചയോടും തമ്മിലടിച്ച് ഭക്ഷണം കഴിക്കുന്ന ദാരുണമായ ദുരന്തങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ആധുനിക ലോകത്തിലും പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ, ആധുനിക സമൂഹത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ പരിഹാരത്തിന്റെ പറുദീസ വിരിക്കുന്നതാരാണ്? പരിഹാരങ്ങളുടെ രാജപാതയൊരുക്കുന്നതാരാണ്? പാവപ്പെട്ടവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശംസിക്കാൻ രംഗത്ത് വരുന്നതാരാണ്? അനാഥകൾക്ക് ഇവിടെ അഭയം നൽകാനാരാണ്? ആലംബഹീനർക്ക് ഇവിടെ ആശ്രയം നൽകുന്നതാരാണ്? കണ്ടില്ലേ മദീനയിലെ ഒരു പെരുന്നാളിന്റെ സുപ്രഭാതത്തിൽ ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവ് ഒരു പെരുന്നാളിന്റെ സുപ്രഭാതത്തിൽ അതാ മദീനയിലെ മസ്ജിദുൽ നബവിയുടെ ചാരത്തേക്ക് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. ആ സമയത്ത് വഴിയരികിൽ നിന്നിട്ടൊരു കുഞ്ഞുമോൻ വിലപിക്കുകയാണ്. എല്ലായിടത്തും പെരുന്നാളിന്റെ അലയലികൾ ഉയർന്നു കേൾക്കുന്ന നേരത്ത് അല്ലാഹു അക്ബർ അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തക്ബീറിന്റെ അമരത്ത് നിങ്ങളതാ മദീനയിലും മക്കയിലും മലയൊലികൾ സൃഷ്ടിക്കുന്ന നേരത്ത് എല്ലാവരും ആഹ്ലാദത്തിലാണ്, എല്ലാവരും സന്തോഷത്തിലാണ്, എല്ലാവരും ആനന്ദത്തിലാണ്. നേരത്ത് വഴിയരികിൽ നിന്നിട്ടൊരു കുഞ്ഞുബാലൻ തേങ്ങി തേങ്ങി കരയുകയാണ്. ആ പൊന്നുമോന്റെ ചാരത്തേക്ക് കടന്നു ചെന്ന കാരുണ്യത്തിന്റെ കരതല സ്പർശമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവ് ചോദിക്കുകയാണ്, പൊന്നുമോനെ കരയുന്നതെന്തിനാ? കുഞ്ഞുമോനെ ഇന്ന് പെരുന്നാളിന്റെ സുദിനമല്ലയോ? ഇന്നൊരു പെരുന്നാളിന്റെ ദിവസമല്ലയോ? എന്റെ മോൻ കരയുന്നതെന്തിനാണ്? ആ നേരത്താ പൊന്നുമോൻ പറയുകയാണ്, നബിയേ അനയതീമും മിൻ യതാമൽ മുസ്ലിമീൻ. മുത്തുനബിയേ മുത്തുനബിയേ ഉപ്പയില്ലെനിക്ക് പുത്തനോട് പാൽ നാണം മറയ്ക്കാൻ വിധിയില്ലെനിക്ക്. മുത്തുനബിയേ മുത്തുനബിയേ ഉപ്പയില്ലെനിക്ക് പുത്തനോട് പാൽ നാണം മറയ്ക്കാൻ വിധിയില്ലെനിക്ക്. ഞാനൊരനാഥനാണ് നബിയേ, ഞാനൊരു യതീമാണ് നബിയേ, എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല നബിയേ. മദീനയിലെ പ്രഭാതത്തിൽ പള്ളിയിൽ പോകാൻ ഇറങ്ങി പുറപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുഞ്ഞുമോനോട് ചോദിക്കുന്ന നേരത്ത് പൊന്നുമോൻ പറയുന്നു, ഉപ്പയില്ല നബിയേ ഉമ്മയില്ല നബിയേ അനയതീമും മിൻ യതാമൽ മുസ്ലിമീൻ. ഞാനൊരനാഥനാണ് നബിയേ. ആ നേരത്ത് പൊന്നുമോന്റെ തലയിലേക്ക് കരങ്ങൾ വെച്ച റസൂലുള്ളാഹ് കുഞ്ഞുമോന്റെ നിറകെ തലോടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പൊന്നുമോനെ ചേർത്ത് പിടിച്ചിട്ട് അവന്റെ നെറ്റിത്തടങ്ങളിൽ ചുടുചുംബനങ്ങൾ അർപ്പിക്കുകയാണ്. അനാഥനായ തെരുവിന്റെ വീതിയിൽ ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട അനാഥനായ പൊന്നുമോനെ ചേർത്ത് നിർത്തിയിട്ട് അവന്റെ നെറുകയിൽ ചുംബിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ്. ആയിഷ മോളെ, ഇന്നൊരു പെരുന്നാൾ സമ്മാനമുണ്ട് കേട്ടോ. എന്താണ് മുത്തുനബിയേ? ദാ ഈ കുഞ്ഞുബാലൻ ഇവൻ യതീമാണ്, ഇവൻ ആരുമില്ല, തെരുവിന്റെ കവലയിൽ കരഞ്ഞുകൊണ്ടു നിന്ന മോനാണ്. ആ പൊന്നുമോനെ കുളിപ്പിച്ച് ഡ്രസ് മാറി സുഗന്ധം പൂശി എന്നോടൊപ്പം പള്ളിയിലേക്കൂ മോളെ ആയിഷ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പൊന്നുമോനെ കുളിപ്പിച്ചു വൃത്തിയാക്കി അവന് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു സുഗന്ധം പൂശി റസൂലുള്ളാഹിനോടൊപ്പം മദീനയിലെ പള്ളിയിലേക്ക് പറഞ്ഞേക്കുകയാണ്. ആ പൊന്നുമോൻ ചോദിച്ചു, നബിയേ, എല്ലാ കുട്ടികളും അവരവരുടെ പിതാക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് പള്ളിയിലേക്ക് പോകും. ഞാനൊരു പുതിയ ആളാണ്. എന്നോട് കുട്ടികൾ ചോദിക്കും, നീ എവിടുത്തുകാരനാടാ? നിന്റെ വാപ്പയാരാടാ?
സമയത്ത് ഞാൻ എന്താണ് പറയേണ്ടത് നബിയേ? മോനെ, പള്ളിയിലല്ലേ നീ ഇരിക്കുക? അന്നേരത്ത് ഞാനിങ്ങനെ ഖുത്ബയോദിക്കൊണ്ട് നിൽക്കുകയായിരിക്കും. പള്ളിയിൽ ഖുത്ബയോദി നിൽക്കുന്നയാളിനെ കണ്ടോ? പള്ളിയിൽ ഇമാമത്ത് നിന്ന് നിസ്കാരത്തിൽ നേതൃത്വം നൽകിയ ആളെ കണ്ടോ? അതെന്റെ പിതാവാണ്, അതെന്റെ ഉപ്പയാ, അതെന്റെ വാപ്പയാണെന്ന് പറഞ്ഞു കൊടുക്കൂ മോനെ. ഞാൻ ചുരുക്കി പറയട്ടെ മുഅ്മിനീങ്ങളെ, അന്ന് പെരുന്നാൾ ഖുതുബയിൽ റസൂലുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദാ, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദാ. അനാഥനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗ്ഗത്തിൽ ഇങ്ങനെയാണ് സഹാബത്തെ. അനാഥനെ സംരക്ഷിക്കുന്നവനും ഞാനും സുവർഗ്ഗത്തിൽ ഇങ്ങനെയാണ് സഹാബത്തെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ വലിയ വലിയ സമ്പത്ത് അല്ലാഹു നൽകി അനുഗ്രഹിച്ച ആളുകളായിരിക്കാം. നമ്മുടെ നാട്ടുകളിൽ പിതാവ് നഷ്ടപ്പെട്ടു പോയ, ഉമ്മ നഷ്ടപ്പെട്ടു പോയ എത്രയോ എത്രയോ അനാഥ മക്കളുണ്ടായേക്കാം. നമ്മളവരെ ശ്രദ്ധിക്കുന്നില്ല, നമ്മളവരെ പരിഗണിക്കുന്നില്ല. നമ്മൾ വലിയ 3 നിലയും 4 നിലയുമുള്ള പടുകൂറ്റൻ ഫ്ലാറ്റുകളും 50ഉം 60ഉം നിലയുള്ള പടുകൂറ്റൻ പർവ്വതങ്ങളെ പോലെ വലിപ്പമുള്ള കൊട്ടാരങ്ങളും പണിതുയർത്തി ഇവിടെ സുഖലോലുപന്മാരായി വിരാജിക്കാൻ പോകുകയാണ്. എന്നാൽ യതീമായ ഒരു കുട്ടിയുടെ ദുരന്തങ്ങളോ ദുരിതങ്ങളോ ദുരവസ്ഥകളോ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ഒരനാഥനായ കുട്ടിയുടെ അവസ്ഥ എന്താണ്? അവനുമ്മ എന്ന് വിളിക്കാൻ ഒരു പക്ഷേ ഉമ്മയില്ലായിരിക്കാം, വാപ്പ എന്ന് വിളിക്കാൻ ഒരു പക്ഷേ പിതാവില്ലായിരിക്കാം. അവന് വേണ്ട സമയത്ത് ഭക്ഷണം കൊടുക്കാനോ അവന് വസ്ത്രം വാങ്ങി നൽകാനോ ഒരാളുമില്ലാതിരിക്കാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ വളർന്നു വരുന്ന ഒരു കുഞ്ഞുമോനെ ദത്തെടുക്കാൻ, അവൻ അവലംബം കൊടുക്കാൻ, അവൻ ആശ്രയം കൊടുക്കാൻ, അവനെ പോറ്റി വളർത്താൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പ്രഖ്യാപനം നടത്തുകയാണ്. മാത്രമല്ല, നിങ്ങൾ അനാഥനെ തലോടുക, യതീമിനെ നിങ്ങൾ തലോടിയാൽ യതീമിന്റെ മുടി നാടിരകൾക്ക് സമാനമായി നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു മാപ്പ് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. കുട്ടിയുടെ അവസ്ഥ എന്താണ്? ആരും അവനില്ല, അവലംബം നൽകാൻ ആരുമില്ലാത്ത സന്ദർഭത്തിൽ അവന്റെ കൈകൾ പിടിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടോ, ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മത്തി സുഖ്റുഫുദ് ദുനിയാ. എന്റെ സമുദായത്തിന്റെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്തിനെയാണെന്നറിയുമോ? സമ്പത്തിന്റെ പളപളപ്പിനെയാ. സാമ്പത്തികമായ മേൽക്കോയ്മയുണ്ടായിട്ട് സമ്പത്തിന്റെ പേരിൽ അഹങ്കാരം നടിച്ചിട്ട് അല്ലാഹുവിനെ മറക്കുന്ന ദുരന്തപൂർണമായ ഏർപ്പാട് എന്റെ സമുദായത്തിന് വന്നു ഭവിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ പോരാ അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. എന്റെ സമുദായത്തിൽ 2 നാശങ്ങളുണ്ട്. ഏതാണെന്നറിയുമോ? ഹലാകു ഉമ്മത്തി ഫിത്നൈൻ, ഹലാകു ഉമ്മത്തി ഫിത്നൈൻ, തർക്കുൽ ഇൽമി വജംഉൽ മാൽ. സമ്പത്ത് കൊണ്ടുകൂട്ടുന്ന ആളുകളുണ്ടല്ലോ, സാമ്പത്തികമായ മതിപ്രമതകളിൽ മതോന്മത്തരായി കഴിയുന്ന ആളുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമിനെ കൈയടിക്കുന്ന ആളുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഇൽമിനെ കൈയൊഴിക്കുന്ന ആളുകളുണ്ടല്ലോ. അത് രണ്ടും ഈ സമുദായത്തിന്റെ നാശങ്ങളാണ്, അത് രണ്ടും ഈ സമുദായത്തിന്റെ നഷ്ടങ്ങളാണ്. ഹലാകു ഉമ്മത്തി ഫിത്നൈൻ, ഹലാകു ഉമ്മത്തി ഫിത്നൈൻ, തർക്കുൽ ഇൽമി വജംഉൽ മാൽ. അമ്പിയാക്കന്മാരുടെ അനന്തര സ്വത്തായിരുന്നുവെന്നറിയുമോ? മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമമാർ ഇവിടെ കടന്നുപോയില്ലയോ? ആ മഹാന്മാരുടെ അനന്തര
സ്വത്ത് എന്തായിരുന്നു? അവരെല്ലാം കൊട്ടാരങ്ങൾ പണിതുയർത്തിയവരല്ല, അവരെല്ലാം സാമ്പത്തികമായ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടുകളുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ആളുകളല്ല. അവർ നടത്തിയത് ഇൽമിന്റെ ഖിദ്മത്താണ്, വിജ്ഞാനത്തിന്റെ ഖിദ്മത്താണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, വേദനയോടെ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഉണർത്തട്ടെ. ഈ സമുദായത്തിലെ എത്രയോ മുസ്ലിയാക്കന്മാരുടെ മക്കൾ അവർ ദീന് പഠിപ്പിക്കുന്നില്ല. അവരവരുടെ മക്കളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ദീന് പഠിപ്പിക്കാൻ പറഞ്ഞേക്കുന്നില്ല. എന്തുകൊണ്ടാ? മുസ്ലിയാരായാൽ കാശ് കുറവല്ലേ, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകൂലല്ലോ. എന്തിനാ? പ്രൊഫഷണൽ കോഴ്സുകൾ ധാരാളമുള്ള ലോകമാണ്. എഞ്ചിനീയർ ആകാം, ഡോക്ടർ ആകാം, MBBS കാരനാകാം, MFS IFS IAS പാസ്സാകാം. എന്തിനാണ് പഴഞ്ചൻ മുസ്ലിയാർ പണിക്ക് പോകുന്നതെന്ന് പറഞ്ഞ് ഈ സമുദായത്തിലെ മുസ്ലിയാമാരുടെ മക്കൾ പോലും അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് മക്കളെ അകറ്റിക്കൊണ്ടിരിക്കുകയാ. ഹബീബായ മുത്തുനബി പഠിപ്പിച്ചതെന്താണ്? ഹലാകു ഉമ്മത്തി ഫിത്നൈൻ തർകുൽ ഇൽമി വജംഉൽ മാൽ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിയായ രംഗങ്ങളിൽ വൈജ്ഞാനികമായ അറിവുകളെ വലിച്ചെറിഞ്ഞിട്ട് സാമ്പത്തികമായ രംഗങ്ങളുടെ കോംപ്ലക്സുകൾ ഉണ്ടാക്കാനും പരിപോഷിപ്പിക്കാനും വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുണ്ടോ? അത് നാശമാണ്, അത് നഷ്ടമാണ്. സമ്പത്ത് ആരുടെ അനന്തരാവകാശമാണെന്നറിയുമോ? അമ്പിയാക്കളുടെ അനന്തരാവകാശമല്ല, മഹാന്മാരുടെ അനന്തരാവകാശമല്ല. സമ്പത്ത് ധിക്കാരികളുടെ സ്വത്താണ്. അതേ സദ്ദാദ് സമ്പന്നനായിരുന്നു, ഫറോവ സമ്പന്നനായിരുന്നു, അതുപോലെ ഖാറൂൻ സമ്പന്നനായിരുന്നു, നമ്രൂദ് സമ്പന്നനായിരുന്നു. സമ്പന്നന്മാരിൽ അമ്പിയാക്കളിൽ ആരാണ്? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. നബി അലൈഹിസ്സലാത്തു വസ്സലാം ആഗോള ചക്രവർത്തിയായിരുന്നു, ഭൂലോക ചക്രവർത്തിയായിരുന്നു. അന്ത്യനാളിൽ അവസാനമായി സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകൻ ആരാണെന്നറിയുമോ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നമുക്കിടയിൽ നല്ല സമ്പന്നരായ ആളുകളുണ്ട്. കണ്ടില്ലേ ഈ പള്ളി? നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ കാണുന്ന പള്ളികൾ അതെടുത്തതാരാ? ഈ സമുദായത്തിലെ നല്ല സമ്പന്നരായ ആളുകളാണ്. എത്രയോ അനാഥ മക്കൾക്ക് അഭയം നൽകിയ അനാഥശാലകൾ, യതീംഖാനകൾ നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊക്കെ പണിയെടുക്കാനും അവർക്ക് ആ മക്കൾക്ക് ആശ്രയം കൊടുക്കാനും രംഗത്ത് വരുന്നതാരാണ്? ഈ സമുദായത്തിലെ സമ്പന്നരായ നല്ല ആളുകളാണ്. എത്രയോ നല്ല ആളുകൾ നമ്മുടെ സമുദായത്തിൽ സമ്പന്നന്മാരായിട്ടുണ്ട്. അവരെ ഒന്നും വിസ്മരിക്കുകയല്ല, അല്ലാതെ കാടടച്ചു വെടിവെക്കുകയോ വ്യക്തമായി അന്ധമായി എതിർക്കുകയോ അല്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, അൽ ഉലമാ വറസത്തുൽ അംബിയാ. അമ്പിയാക്കളുടെ അനന്തരഗാമികൾ ആരാണ്? അവർ ഉലമാക്കളാണ്. അമ്പിയാക്കളുടെ അനന്തരഗാമികൾ ആരാണ്? അവർ ഉലമാക്കളാണ്. ആ അമ്പിയാക്കൾ അനന്തരഗാമികളായി വന്ന ഉലമാവ് അവർ സാമ്പത്തികമായ മേൽക്കോയ്മകൾക്ക് പിന്നാലെ പോകേണ്ട ആളുകളല്ല. അവർ ദീനിന്റെ ഖിദ്മത്തിന്റെ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടവരാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമ്പത്തൊരു മനുഷ്യനെ ഏതെല്ലാം നിലയിലാണ് നശിപ്പിച്ചു കളയുക? സമ്പത്തൊരു മനുഷ്യനെ ഏതെല്ലാം നിലയിലാണ് ഗ്രസിപ്പിക്കുക, എലിമിനേഷൻ നടത്തുക എന്നറിയുമോ? സഅലബ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സഹാബി ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിലെ പള്ളിയിൽ നിസ്കാരം നിർവഹിച്ചു മുത്തുനബി സലാം വീട്ടിക്കഴിഞ്ഞാൽ ദുആഇനിരിക്കാതെ സുബ്ഹാനല്ലാഹ് ചൊല്ലാനിരിക്കാതെ ഒരു സഹാബി വേഗം എഴുന്നേറ്റങ്ങ് പോകും. ആരാണ് ആ സഹാബി? ആരാണ് ആ സഹാബി? അന്വേഷിക്കുമ്പോൾ അത് സഅലബയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിപ്പിച്ചു. എന്തുപറ്റി സഅലബ? എന്തുപറ്റി? എന്താണ്? എല്ലാവരും സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ ഇരിക്കുന്നല്ലോ, ഇയാളെന്താ സുബ്ഹാനല്ലാഹ് ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, ദുആ ഇല്ല, സ്വലാത്തില്ല, എവിടെ പോകുക? നബിയേ, എന്റെ പ്രിയപ്പെട്ട പത്നി അവൾ വീട്ടിന്റെ അകത്തളത്തിൽ നഗ്നയായിട്ടിരിക്കുകയാണ് നബിയേ.
ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രം എനിക്കില്ല നബിയേ. ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം മാത്രമേ എനിക്കുള്ളൂ നബിയേ. ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ പ്രിയപ്പെട്ട പത്നിക്ക് ഈ വസ്ത്രം മാറ്റിക്കൊടുത്തിട്ട് വേണം അവൾക്ക് നിസ്കാരം നിർവഹിക്കാൻ. അതിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത് നബിയേ. ഈ സഅലബ റളിയല്ലാഹു അൻഹു പ്രവാചക പ്രഭുവിന്റെ തിരുമുന്നിൽ വന്നിട്ട് പറയുകയാണ്, ഒന്ന് ദ്വാരന്ന് തരുമോ നബിയേ? ദാരിദ്ര്യമാണ് നബിയേ, ആകെ പ്രയാസമാണ് നബിയേ, ഒന്ന് ദ്വാരന്ന് തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅലബ ദ്വാരം കണ്ട സഅലബ സമ്പത്ത് വലിയ നാശം വിളിച്ചു വരുത്തും സഅലബ. നബിയേ കഷ്ടപ്പാടാണ് നബിയേ, പ്രയാസമാണ് നബിയേ, വിഷമമാണ് നബിയേ. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് അവിടുത്തെ കരങ്ങൾ ഉയർത്തിയെന്ന് ദുആയിരത്തി നബിയേ. സഅലബയുടെ വിഷമങ്ങൾ തീരട്ടെ നബിയേ, സഅലബയുടെ പ്രയാസങ്ങൾ മാറട്ടെ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സഅലബയ്ക്ക് വേണ്ടി ദുആയിരക്കാൻ തുടങ്ങി. ഹബീബായ മുത്തുനബി ദുആറുന്നു, സഅലബയ്ക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, സഅലബയ്ക്ക് നീ സമ്പത്ത് നൽകണേ അല്ലാഹ് എന്നങ്ങ് ദുആയിരുന്നു. സഅലബയ്ക്ക് ഒരു ആടിനെ ലഭിച്ചു. ആ ആട് പെറ്റുപെരുകി വലിയ സമ്പന്നനായി സഅലബ മാറി. പിന്നെ പള്ളിയിൽ ജമാഅത്തിന് വരുന്നില്ല, പിന്നെ സഅലബയെ നിസ്കാരത്തിന് കാണുന്നില്ല. സഹാബത്തിനോട് മുത്തുനബി അന്വേഷിക്കുന്ന നേരത്ത് പറഞ്ഞു, സഅലബ സമ്പന്നനായി പോയി നബിയേ. അല്ലാഹുവിന്റെ പള്ളിയിലെ മസ്ജിദുൻ നബവിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിസ്കാരത്തിന് ജമാഅത്തിന് വരാൻ സഅലബയ്ക്ക് ടൈമില്ലാതായിരിക്കുന്നു നബിയേ. സഅലബ കോടീശ്വരനായി മാറിയിരിക്കുന്നു ഹബീബേ, സഅലബയ്ക്ക് വരാൻ ടൈമില്ല നബിയേ. ആ സമയത്ത് ആരംഭപ്പൂവായ ഹബീബ് സഅലബയെ വിളിപ്പിക്കൂ. സഅലബയെ വിളിപ്പിച്ചു റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നപ്പോൾ സഅലബയോട് റസൂലുള്ള ചോദിച്ചു, ഞാൻ പറഞ്ഞില്ലേ സഅലബ ഈ സമ്പത്ത് നിന്റെ ദീനിൽ നിന്ന് അകറ്റിക്കളയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ സഅലബ? ഈ സമ്പത്ത് അല്ലാഹുവിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുമെന്ന് ഞാൻ നിന്നോട് ഉപദേശിച്ചില്ലേ സഅലബ? ആ ഉപദേശങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് നീ ദ്വായിരങ്ങൾ മേടിച്ച സമ്പത്തല്ലേ സഅലബ? സഅലബ ദുഃഖിതരായി തിരികെ പോകുകയാണ്. ഞാൻ അങ്ങ് ചുരുക്കി പറയട്ടെ മുഅ്മിനീങ്ങളെ, അതാ സക്കാത്ത് മേടിക്കണമെന്ന ആയത്ത് അവതരിക്കുകയാണ്. സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ സഅലബയെ സമീപിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിലെ പള്ളിയിൽ നിന്നും വന്ന ആളുകളാ, ഞങ്ങൾ സക്കാത്ത് പിരിക്കാൻ വന്നവരാ. ആ സമയത്ത് സഅലബ പറയുകയാണ്, നിങ്ങൾ പരിസരത്തുള്ള മുതലാളിമാരുടെ വീട്ടിലേക്ക് നിങ്ങൾ കടന്നു എന്ന് സക്കാത്ത് പിരിച്ചോ? ഇല്ല, നിങ്ങൾ അവിടെ പോയിട്ട് മടങ്ങി വരൂ, അന്നേരത്തെ എന്റെ സക്കാത്തിന്റെ മുതൽ ഞാൻ നൽകാം. അങ്ങനെ അവരെ മടക്കി അയച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് അവർ അവിടെയൊക്കെ പോയി തിരിച്ചു വന്നിട്ട് സഅലബ ചോദിച്ചു, സഅലബ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, സമ്പത്ത് എന്തിയെ? സക്കാത്തിന്റെ മുതൽ എന്തിയെ? തരാന്നല്ലേ പറഞ്ഞത്, എന്തിയെ? ഞാനിപ്പോ സമ്പന്നനായിട്ടല്ലേ ഉള്ളൂ, ഇന്നലെ വരെ പാവപ്പെട്ടവനായിരുന്നില്ലേ? ഇന്നലെ വരെ ഞാൻ പാവപ്പെട്ടവനായിരുന്നു, എന്നാണ് ഞാൻ മുതലാളിയായത്. നിങ്ങൾ ഇപ്പോ നികുതി പിരിക്കാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഇവിടെ സമ്പത്തൊന്നുമില്ല, ഇവിടെ സക്കാത്തിന്റെ മുതലൊന്നും ഇരിപ്പില്ല. നേരെ ഉദ്യോഗസ്ഥന്മാർ റസൂലുള്ളാഹിന്റെ ചാരത്തി എന്ന വിവരം പറഞ്ഞു. നബിയേ, സഅലബ ഞങ്ങൾക്ക് സമ്പത്ത് തന്നില്ല നബിയേ, സക്കാത്തിന്റെ മുതൽ ഞങ്ങൾക്ക് നൽകിയില്ല ഹബീബേ. ആ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാശം, സഅലബയ്ക്ക് നാശം തന്നെ. ഓ, എന്തൊരു കഷ്ടവാ! അല്ലാഹുവിന്റെ ആയത്ത് അവതരിച്ചു, സക്കാത്ത് കൊണ്ട് കൊടുക്കാൻ. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ ദുആയിരുന്നിട്ട് സമ്പന്നനായ സഅലബയുടെ മനസ്സ് അത് പാറ പോലെ കട്ടിയായി ഉറച്ചുപോയല്ലോ. അല്ലാഹുവിന്റെ ദീനിൽ അവകാശപ്പെട്ട സക്കാത്ത് പാവപ്പെട്ടവന്റെ മുതൽ കൊടുക്കാൻ സഅലബ സന്നദ്ധനാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ റസൂൽ പറഞ്ഞപ്പോൾ ഈ വിവരമറിഞ്ഞ സഅലബ നേരെ വരികയാണ്.
സക്കാത്തിന്റെ മുതലുമായി മുത്തുനബിയുടെ ചാരത്തേക്ക് ക്ഷമിക്കണം നബിയേ, വ്യസനിക്കല്ലേ ഹബീബേ, വ്യസനിക്കല്ലേ റസൂലേ, അബദ്ധം പറ്റിപ്പോയി നബിയേ, ഇത് സ്വീകരിക്കണം റസൂലേ. ആ നേരത്തെ റസൂലുള്ള പറഞ്ഞു, സഅലബാ, നിന്റെ സമ്പത്തിന് വേണ്ട സഅലബാ, നിന്റെ സ്വത്തിന് വേണ്ട സഅലബാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സ്പെഷ്യൽ ഓർഡർ ഉണ്ട്. നിന്റെ സമ്പത്ത് സകാത്തിന്റെ മുതൽ വാങ്ങാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൽപ്പനയുണ്ട്. സഅലബാ, വിഷണ്ണനായി വിഷമിതനായി ദുഃഖിതനായി സഅലബ മടങ്ങുകയാണ്. ആരുടെ മുന്നിൽ നിന്നാണ് അടിയോടിക്കപ്പെട്ടത്? റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്നാണ്. സകാത്തിന്റെ മുതൽ ഭരിക്കാൻ ചെന്ന ഉദ്യോഗസ്ഥന്മാരോട് അപമര്യാദയായി പെരുമാറി സകാത്തിന്റെ മുതൽ കൊടുക്കാതെ തടഞ്ഞു വെച്ച സഅലബ റസൂലുള്ളാഹി തങ്ങളെതിരായി വർത്തമാനം പറഞ്ഞു എന്ന് കേട്ടിട്ട് സകാത്തിന്റെ മുതലുമായി മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു എന്നപ്പോ റസൂലുള്ള പറയുകയാണ്, വേണ്ട, നിന്റെ സമ്പത്ത് വേണ്ട സഅലബ. ഞാൻ ചുരുക്കി പറയട്ടെ മുഅ്മിനീങ്ങളെ, മുത്തുനബി അങ്ങ് വഫാത്തായി പോയി. ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്നു. ആ സമയത്തും സഅലബ റളിയല്ലാഹു അൻഹു വർദ്ധിച്ച തന്റെ സമ്പത്തിന്റെ കോടി സമ്പത്തിന്റെ സകാത്ത് മുതലുമായി മുത്തുനബിയുടെ ചാരത്ത് വന്ന പോലെ സിദ്ദീഖ് തങ്ങളുടെ ചാരത്തും കടന്നു വരികയാണ്. സ്വീകരിക്കുമോ സിദ്ദീഖ്? വേണ്ട സഅലബ. അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിക്കാത്ത സമ്പത്ത്, ഈ സകാത്തിന്റെ സമ്പത്ത് ഞാൻ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് സഅലബ? എനിക്ക് വേണ്ട സഅലബ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തും കടന്നുപോയി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലമെത്തി. അപ്പോഴും സഅലബ വർദ്ധിച്ച തന്റെ കോടി സകാത്തിന്റെ സമ്പത്തുമായി ഒട്ടകങ്ങളെയും തെളിച്ചുകൊണ്ട് മദീനയിലെ ഉമറുൽ ഫാറൂഖിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ വന്നിട്ട് വിളിച്ചു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇതാ വർദ്ധിച്ച കോടി സകാത്തിന്റെ സഅലബയുടെ സ്വത്ത് സ്വീകരിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ ഒഴിവാക്കിയ, സിദ്ദീഖ് നിങ്ങൾ അവോയ്ഡ് ചെയ്ത ഈ സ്വത്ത് ഉമറുൽ ഫാറൂഖ് സ്വീകരിക്കുന്നത് എങ്ങനെ സഅലബ? എനിക്ക് വേണ്ട സഅലബ. കൊണ്ടുവയ്ക്കോളൂ സഅലബ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 4 ഖുലഫാക്കളും ആ സ്വത്ത് സ്വീകരിച്ചില്ല കേട്ടോ. എന്റെ സമൂഹത്തിൽ എന്റെ ശബ്ദം കേൾക്കാൻ വന്ന മുസ്ലിമീങ്ങളിൽ SMA ക്ലാസ് റൂമിലൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളിൽ എത്ര ആളുകൾ സമ്പന്നന്മാരാ? നിങ്ങളിൽ എത്ര ആളുകൾ സകാത്ത് കൊടുത്ത ആളുകളാ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഈമാൻ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഇസ്ലാം കാര്യം നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ച ആളുകളാ. 1ാം ക്ലാസ്സിൽ ചെന്നപ്പോഴേ ഉസ്താദ് നമുക്കതിന്റെ പാഠ്യമാണ് ഗമനം നമുക്ക് പഠിപ്പിച്ചു തന്നതാ. പക്ഷേ ജീവിതത്തിൽ എത്രയെത്ര മുതലാളിമാര് സകാത്ത് കൊടുത്തിട്ടില്ല. ജീവിതത്തിൽ എത്രയോ ഈ സമുദായത്തിന്റെ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്ന പ്രമാണിമാര് അവരുടെ മുതലിൽ നിന്ന് പാവപ്പെട്ടവന്റെ അവകാശമായ സകാത്ത് കൊടുക്കുന്നില്ല. സകാത്തിന്റെ പേരിൽ ചില ആളുകൾ നടത്തുന്ന പെറോട്ട നാടകങ്ങൾ നടത്തുമ്പോ അതിന്റെ പേരിൽ ഇങ്ങനെ വാരിക്കോരി ഞാൻ വർഷാവർഷം സകാത്ത് കൊടുക്കുന്നുണ്ട് മുസ്ലിയാരെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ റസൂലുള്ള പഠിപ്പിച്ച ഇസ്ലാമിന്റെ സ്കെയിൽ വെച്ച് അളക്കേണ്ട സകാത്ത് വീടൂല കേട്ടോ. മുത്തനബിയുടെ ദുആ കൊണ്ടാണ് എനിക്ക് സമ്പത്തുണ്ടായത്. പക്ഷേ എന്റെ മോശമായ ചിന്തയുടെ ഫലമായി ഞാൻ റസൂലുള്ളാഹിക്ക് ആദ്യം പറഞ്ഞു വിട്ട ഉദ്യോഗസ്ഥന്മാരുമായി തർക്കത്തിലായതുകൊണ്ട് എന്റെ സകാത്തിന്റെ സ്വത്ത് റസൂലുള്ള സ്വീകരിച്ചില്ല. ഒരൊറ്റ ഖുലഫാക്കളും സ്വീകരിച്ചില്ല. എന്തൊരു പ്രയാസമാണ്. വല്ലാതെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി സഅലബ എന്ന് പറയുന്ന സഹാബി വര്യൻ പൊട്ടിക്കരഞ്ഞ് പശ്ചാത്തപിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ സഹോദരങ്ങളെ, ഈ സംഭവം ഞാൻ ഉദ്ധരിച്ചതെന്തിനാണ്? പരമദരിദ്രനായിരുന്ന സഹാബിക്ക് സമ്പത്ത് വന്നപ്പോൾ
അദ്ദേഹത്തിന്റെ മനസ്സിൽ പോലും സമ്പത്തിനോടൊരു കൊതി തോന്നിപ്പോയി. പക്ഷേ ആ സഹാബി വര്യൻ ശ്രേഷ്ഠനാ, അവിടുത്തെ പേര് കേൾക്കുമ്പോൾ തർബിയത്ത് ചൊല്ലേണ്ട മഹാനാണ്. റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആൻ അവരെ പറ്റി അങ്ങനെ പരാമർശിച്ച ആളുകളാണ്. അവർ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിപ്പോയ ആളുകളാണ്. എന്നാൽ ഈ സമ്പത്തുണ്ടല്ലോ, നമ്മൾ ദിനം പ്രതി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമ്പത്തുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട്, അവരെ നമ്മൾ കാണുന്നില്ലല്ലോ. എത്രയോ സാധുക്കളായ ആളുകൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്, അവരെ നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ. ഈ സമ്പത്തിന്റെ പേരിൽ നമ്മൾ വലിയ വലിയ കൊട്ടാരങ്ങൾ പണിതുയർത്തുന്നില്ലയോ? ആ കൊട്ടാരങ്ങൾ പണിതുയർത്തുന്ന പരിപാടി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ല, സ്വഹാബത്ത് പഠിപ്പിച്ചതല്ല, അത് ശദ്ദാദിന്റെ പാരമ്പര്യമാണ്. ആവശ്യത്തിന് നമുക്ക് ഫ്ലാറ്റുകൾ വേണം, ആവശ്യത്തിന് നമുക്ക് കൊട്ടാരങ്ങൾ വേണം, ആവശ്യത്തിന് നമുക്ക് വലിയ വലിയ ബിൽഡിങ്ങുകൾ വേണം. ഒരു 3 അംഗ സംഘം താമസിക്കുന്ന ഒരു ഫാമിലി, 3 അംഗ സംഘമുള്ള ഒരു ചെറിയ കുടുംബത്തിന് എന്തിനാ 3 നിലയുള്ള ഫ്ലോറുള്ള വലിയ വീടെന്തിനാ? കൊട്ടാര സാദൃശ്യമായ വീടെന്തിനാ? കോടികൾ ചെലവഴിച്ച് നിങ്ങൾ വീടുണ്ടാക്കാറില്ലേ? ഞാൻ വീടുണ്ടാക്കാറില്ലേ? വെറും ഭാര്യയും മക്കളും, ഒരു മോനും ഒരു ഭാര്യയും ഒരു വാപ്പാക്കും താമസിക്കാൻ 3 നിലയുള്ള വീട് വേണ്ടോ? അല്ലല്ലോ. ആ പാരമ്പര്യം ആരുടേതാണെന്നറിയുമോ? ശദ്ദാദിന്റെ പാരമ്പര്യമാണ്. ആരാണ് ശദ്ദാദ്? അല്ലാഹുവിന്റെ ഭൂമിയിൽ സ്വർഗ്ഗം പണിയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളാണ് ശദ്ദാദ്. അല്ലാഹുവിന്റെ ദുനിയാവിൽ തൗറാത്ത് വായിച്ചപ്പോൾ, വേദഗ്രന്ഥങ്ങൾ പരതിയപ്പോൾ, സ്വർഗത്തിന്റെ പരാമർശങ്ങളെ കണ്ടപ്പോൾ ശദ്ദാദിന്റെ ഭൂമിയായി സ്വർഗ്ഗം പണിതാരല്ല, ഈ ഭൂമി ലോകത്തൊരു സ്വർഗ്ഗം പണിതാരല്ല. അങ്ങനെ ശദ്ദാദ് ഭൂമി ലോകത്ത് സ്വർഗ്ഗം പണിയാൻ തീരുമാനിച്ചു. നബിയുടെ കാലത്തന്ന് ആദിമകൻ ശദ്ദാദിനെന്ന് ആദിലായ റബ്ബിനെ അവൻ ധിക്കരിച്ചെന്ന്, പിന്നെ സ്വന്തമായൊരു സ്വർഗം പണിയാൻ അവനൊരുങ്ങുന്ന്, അവനൊരുങ്ങുന്ന്. ഭാര്യമാരുണ്ടായിരങ്ങൾ, മക്കളോ 4000. രാജൻ ശദ്ദാദിനുമായിസ് ഏറെ ആയിരങ്ങൾ. ഭൂമിയിൽ തന്റെ ഭരണം നടത്തുവാനായി കൊന്നു ലക്ഷങ്ങൾ, കൊന്നു കൂട്ടി ലക്ഷങ്ങൾ. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ വായിച്ച്, അതാ വേദഗ്രന്ഥങ്ങളിൽ വായിച്ചത് മനസ്സിലാക്കിയ ശദ്ദാദ് എന്ന് പറയുന്ന ധിക്കാരിയായ രാജാവ് അല്ലാഹുവിന്റെ ഭൂമിയിൽ സ്വർഗ്ഗം പണിയാൻ തീരുമാനിക്കുകയാണ്. ധാരാളം മുഫസ്സിരീങ്ങൾ ഉദ്ധരിക്കുന്ന സംഭവമാണ് മുഅ്മിനീങ്ങളെ. ആ രാജാവായ ശദ്ദാദ് വെറുമൊരു സ്വർഗ്ഗമല്ല, നമ്മൾ ഇന്ന് കാണുന്ന സ്വർഗ്ഗങ്ങളൊന്നും സ്വർഗ്ഗങ്ങളല്ല. ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനോഹരമായ സ്വർഗ്ഗം ശദ്ദാദ് പണിതുപോയി. സ്വർണ്ണ വെള്ളിയിൽ പടുത്തുയർത്തി, മരതകാമാണിക്യം ചാർത്തി, പവിഴരത്ന വൈരക്കല്ലുകൾ കൊണ്ട് മൊഞ്ചാക്കി, ഉള്ളിൽ മധുരത്തേനും പാല് ഒഴുകുന്ന പുഴകളുണ്ടാക്കി, മധുര തടാകമുണ്ടാക്കി. മരതകത്തിൻ മാമരങ്ങൾ, ശിഖരത്തിൽ കനകക്കിളികൾ, ചുമര് മുഴുവൻ വീശിയെത്തും സുഗന്ധിയത്തറുകൾ, മാദക പരിമളം കസ്തൂരി അമ്പർ വീശും മണിയറകൾ, അലങ്കൃത അറയിൽ പെൺമണികൾ. സ്വർഗത്തിന്റെ വലിയ വലിയ പരിമളമുള്ള കൊട്ടാരമുണ്ടല്ലോ, ശദ്ദാദ് ഭൂമിയിൽ പടുത്തുയർത്തിയ സ്വർഗമുണ്ടല്ലോ. അതിനകത്ത് പാലാറൊഴുകുന്നുണ്ടായിരുന്നു, തേനാറൊഴുകുന്നുണ്ടായിരുന്നു. മരതകത്തിന്റെയും കോമേതകത്തിന്റെയും വെള്ളിയുടെയും സ്വർണത്തിന്റെയും അതുപോലെ എല്ലാം
സജ്ജീകരിച്ച് സജ്ജമാക്കി പവിഴരെന്ന വൈരക്കല്ലുകൾ കൊണ്ട് മുണ്ടാക്കിയ പടുകൂറ്റം കൊട്ടാരം പണിതുയർത്തിയ സദ്ദാദിന് എന്ത് സംഭവിച്ചു എന്നറിയുമോ? വിശുദ്ധ ഖുർആൻ വ്യക്തമായത് പരാമർശിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, സദ്ദാദ് എന്ന് പറയുന്ന ധിക്കാരിയായ രാജാവിന്റെ ചാരത്തേക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മാലാഖ കടന്നു വന്നിട്ട് പറയുകയാണ്, സദ്ദാദ് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, അല്ലാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലാഹുവിലേക്ക് നീ ധിക്കാരങ്ങളുടെ സ്വരങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ഭൂമിയിൽ സ്വർഗം പണിത സദ്ദാദ്, നീ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കുക മോനെ, നീ അല്ലാഹുവിലേക്ക് തിരികെ ചെല്ലുക മോനെ, അല്ലാഹുവിൽ വിശ്വസിക്കുക മോനെ. സദ്ദാദ് അല്ലാഹുവിനെ കളിയാക്കി, പോരാ പോരാ, ഞാനാണ് റബ്ബുൽ ആലമീൻ, ഞാനാണ് അല്ലാഹു, ഞാനാണ് സർത്താവെന്ന അഹങ്കാരത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് ആ മാലാഖയോട് തർക്കിക്കുകയാണ്. എന്റെ സ്വന്തം കഴിവ് കൊണ്ടാണ് ഞാൻ സ്വർഗം പണിതുയർത്തിയത്, എന്റെ സമ്പത്ത് കൊണ്ടാണ് ഞാൻ കൊട്ടാരം പോലത്തെ സ്വർഗം പണിതുയർത്തിയത്. വിശുദ്ധ ഖുർആൻ സദ്ദാദിനോട് വളരെ രൂക്ഷമായ ഭാഷയിൽ ആഞ്ഞടിക്കുന്നത് കണ്ടോ? ലാ തഹ്സബന്നല്ലദീന യഫ്റഹൂന ബിമാ അതൗ വയുഹിബ്ബൂന അൻ യുഹ്മദൂ ബിമാ ലം യഫഅലൂ ഫലാ തഹ്സബന്നഹും بمفازة من العذاب ولهم عذاب أليم ولله ملك السماوات والأرض والله على كل شيء قدير. സ്വന്തം പ്രവർത്തനത്തിൽ അഹന്ത നടിക്കുകയും ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ പ്രശംസ നടിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അത്തരം ആളുകൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കഠോരമായ ശിക്ഷയെ അവർ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ആർക്കാണ് അധികാരം? പണമുള്ളവൻ ഇവിടെ അധികാരിയല്ല, പത്രാസുള്ളവൻ ഇവിടെ അധികാരിയല്ല. പണം തന്നതാരാണ്? അല്ലാഹുവാണ് പണം തന്നത്. മുതലാളിമാരായ ആളുകൾ വിചാരിക്കുന്നു എന്റെ സ്വന്തം കഴിവ് കൊണ്ടാണ് ഞാൻ വലിയ പണമുള്ള കോടീശ്വരനായി മാറിയത്, എന്റെ സ്വന്തം കഴിവ് കൊണ്ടാണ് ഞാൻ പടുകൂറ്റൻ കൊട്ടാരങ്ങൾ പണിതുയർത്തിയത്. മുതലാളിമാരെ, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അല്ലാഹു പറയുന്നത് കണ്ടോ? വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. ആകാശഭൂമികളുടെ അധികാരി ഞാനാണ്, ആകാശഭൂമികളുടെ സിംഹാസനത്തിന്റെ അധികാരി ഞാനാണ്, എനിക്ക് സർവ്വതിനും കഴിവുള്ളവനാണ്. സദ്ദാദുമാരുടെ കോട്ടകൊത്തളങ്ങളെ അല്ലാഹു പാഠം പഠിപ്പിച്ചില്ലേ മുഅ്മിനീങ്ങളെ? അല്ലാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് പടുകൂറ്റൻ കൊട്ടാരം പണിതുയർത്തിയ സദ്ദാദ് ഒടുവിൽ എന്ത് സംഭവിച്ചതെന്നറിയുമോ? അവന്റെ കൊട്ടാരങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സദ്ദാദ് എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ ഇറങ്ങി പുറപ്പെടുന്ന നേരത്ത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു പടുകൂറ്റൻ ഘോര ശബ്ദം ഒരു മാലാഖ പുറപ്പെടുവിക്കുകയാണ്. ഉണ്ടാക്കി വെച്ച സ്വർഗത്തിന്റെ സുവർഗപൂരിതമായ സുഖങ്ങളെ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു പോയ മുതലാളിയായ സദ്ദാദും അനുയായികളും ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ 2 മിനിറ്റ് ബാക്കി നിൽക്കവേ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അനേയമായ അലങ്കരീയമായ വിധിമന്തി മാടി വിളിക്കുകയാണ്. സദ്ദാദും കൂട്ടുകാരും ചത്തൊടുക്കുകയാണ്. ആ കൊട്ടാരം തകർന്ന് തരിപ്പണമാകുകയാണ്. ആ സ്വർഗഗോപുരത്തിന്റെ മണിമേടകളുടെ രമ്യഹർമ്മങ്ങളുടെ കോട്ടകൊത്തളങ്ങൾ തകർന്നടിഞ്ഞ് തരിപ്പണമായി വീഴുകയാണ്. അല്ലാഹുവിനെ വെല്ലുവിളിച്ച് കൊട്ടാരം പണിയുന്ന ആ അഹങ്കാരിയായ സദ്ദാദിനെ അന്ന് പാഠം പഠിപ്പിച്ചത് കണ്ടോ? അതുകൊണ്ട് എന്റെ വിശ്വാസികളെ, ജീവിക്കാൻ മാന്യമായൊരു വീട് വേണം, ശരിയാ. പക്ഷേ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നാട്ടുകാരറിയട്ടെ ഞാൻ വലിയ മുതലാളിയാണെന്ന്, നാട്ടുകാരറിയട്ടെ എന്റെ കയ്യിൽ പണമുണ്ടെന്ന്, ഞാൻ കോടിപതിയാണെന്ന്, ഞാൻ കോടാനുകോടി ഡോളറിന്റെ ആസ്തിയുള്ള
മുതലാളിയാണെന്ന് എന്ന് ധരിച്ചുകൊണ്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി പടുകൂറ്റൻ കൊട്ടാരങ്ങളും രമ്യഹർമ്മങ്ങളും പണിതീർത്തി അല്ലാഹുവിനെതിരെ ധിക്കാരപൂർവ്വം ഇടപെടുന്ന ആളുകളുണ്ടോ? അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്ന ആളുകളുണ്ടോ? അല്ലാഹുവാണ് സമ്പത്ത് എന്നത്. അബൂജഹൽ പണക്കാരനായിരുന്നു, ഉത്തുബത്ത് പ്രഭുവായിരുന്നു, ശൈബത്ത് മുതലാളിയായിരുന്നു, ഹാറൂൻ സമ്പന്നനായിരുന്നു, ഫിറോവ വലിയ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായിരുന്നു. സാക്ഷാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ക്രൂരന്മാരായ കിരാതന്മാരായ വഞ്ചകന്മാരായ ഫലസ്തീനിന്റെ ഇടനാടുകളിൽ ബോംബിട്ട് 10,000 കൊന്നെടുക്കുന്ന സയനിസ്റ്റ് നേർവാഴ്ചകൾക്ക് അത് അറിഞ്ഞുകൊണ്ടും അറിയാതെയും പിന്നിൽ നിന്നും വെളിഞ്ഞു നിന്നും എല്ലാ ഉപകാരങ്ങളും ചെയ്യുന്ന ബറാക് ഹുസൈൻ ഒബാമ പണക്കാരനാണ്. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പണക്കാരനാണ്. ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റ് മൻമോഹൻ സിംഗ് പണക്കാരനാണ്. എല്ലാവരും മുതലാളിമാരാണ്. ഇവർക്കൊക്കെ പണം കൊടുത്തതാരാ? ഇവരെയൊക്കെ മുതലാളിമാരാക്കിയതാരാ? ഇവർക്കൊക്കെ സമ്പത്ത് കൊടുത്തതാരാ? സ്വന്തം കഴിവ് കൊണ്ടൊരു മുതലാളിയും ഇവിടെ സമ്പന്നനായിട്ടില്ല. സ്വന്തം കഴിവ് കൊണ്ടൊരു പ്രഭുക്കളുടെ വലിയ വലിയ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടുകൾ ക്രിയേഷൻസുകൾ നടത്തിയിട്ടില്ല. എല്ലാം അല്ലാഹു കൊടുത്തതാണ്, എല്ലാം അല്ലാഹു നൽകുന്നതാണ്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു എല്ലാം നൽകുന്നത്? പരീക്ഷണത്തിന് വേണ്ടിയാണ്, പരീക്ഷണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാവപ്പെട്ടവനായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് സമ്പത്തില്ലാത്തതുകൊണ്ട് പാവപ്പെട്ടവനായിരുന്നതാ? അല്ല. വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ലഹബിൻ അൻ നഫ്സിഹി ഫഹറാ അയ്യമ ശമമി വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ലഹബി അൻ നഫ്സിഹി ഫഹറാ അയ്യമ ശമമി. മാമലകൾ മാടി വിളിച്ചു മുസ്തഫ സ്വർണ്ണമാകാം. മാമരങ്ങൾ മർഹബ പാടി മുസ്തഫ തണലായി വരാം. മാമലകൾ മാടി വിളിച്ചു നബിയേ. ഉഹദ് പർവ്വതം മാടി വിളിച്ച് ചോദിച്ചു നബിയേ, ഞാനങ്ങ് സ്വർണ്ണമായിട്ട് വരട്ടെയോ? ഞാനങ്ങ് സ്വർണ്ണമായിട്ട് വരട്ടെയോ? പാവപ്പെട്ടവനായി മുത്തുനബിയെ അവിടുന്ന് കഴിയേണ്ടതില്ല, ഞാൻ സ്വർണ്ണമായിട്ട് വരട്ടെയോ? അന്നേരം ഹബീബ് പറഞ്ഞു, വേണ്ട. അല്ലാഹുമ്മ ഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. പടച്ചവനെ, എന്നെ ഒരു സാധുവായി നീ ജീവിപ്പിക്കണം. അല്ലാഹുവേ, എന്നെ നീ ഒരു സാധുവായി മരിപ്പിക്കണം. നാളെ പാരത്രിക ലോകത്ത് സാധുക്കളായ ആളുകളെ സംഗമിപ്പിക്കുന്ന വേദിയിൽ എന്നെയും നീ സംഗമിപ്പിക്കണേ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു മുഅ്മിനീങ്ങളെ? പലപ്പോഴും പട്ടിണിയായിരുന്നു. എന്തുകൊണ്ടാ? റസൂലുള്ളാഹിന്റെ ദുആയിരുന്നു കൂടായിരുന്നു, റബ്ബേ എനിക്ക് സമ്പത്ത് നൽകണേ അല്ലാഹ്, എനിക്ക് സമ്പത്ത് നീ നൽകണേ അല്ലാഹ് എന്നെങ്ങാനും ആരംഭപ്പൂവായ മുത്തുനബി ദുആയിരുന്നിരുന്നെങ്കിൽ ദേശംബാലിയെക്കാളും താത്തയെക്കാളും പിള്ളയെക്കാളും ലക്ഷ്മി മിത്തലിനെക്കാളും ലോകത്തിന്റെ ഏത് വലിയ കോടീശ്വരനെക്കാളും വലിയ കോടീശ്വരൻ റസൂലുള്ളാഹി തങ്ങളാകുമായിരുന്നില്ലയോ മുഅ്മിനീങ്ങളെ? പക്ഷേ മുത്തുനബി ഇഷ്ടപ്പെട്ടത് സാധുവാകാനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു? അതാ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ടില്ലേ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നമുക്ക് പറയാനെന്ന ഹദീസുണ്ട്. ധാരാളം ഹദീസുകൾ നമുക്കുണ്ട്. നമുക്ക് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പാരായണം ചെയ്യാൻ പുസ്തകങ്ങളായി നമുക്ക് ലഭിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുന്ന ധാരാളം ഹദീസുകൾ നമുക്കുണ്ട്. ഇത് ആര് സമ്പാദിച്ചു എന്നതാണ്? സയ്യിദുനാ അബൂ ഹുറൈറ. സയ്യിദുനാ അബൂ ഹുറൈറ
റളിയല്ലാഹു അൻഹു ആരാണ്? എല്ലാ സഹാബിമാരും വലിയ വലിയ ബിസിനസ്സുകാരായിരുന്നു. എല്ലാ സഹാബിമാരും വലിയ വലിയ കച്ചവടങ്ങളിൽ ഏർപ്പെട്ട ആളുകളായിരുന്നു. പക്ഷേ അവരവരുടെ കച്ചവടങ്ങളോ ബിസിനസ്സുകളോ അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ളതായിരുന്നില്ല. ബഗ്ദാദിൽ മറപെട്ട് കിടക്കുന്ന സുൽത്താനുൽ ആരിഫീൻ മഹാനായ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ കോടീശ്വരനാ. കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ കോടീശ്വരന്മാരിൽ കോടീശ്വരനാ. പക്ഷേ ആ പദവിയിലെത്തിയത് എന്തുകൊണ്ടാണ്? സാമ്പത്തികമായ മതിപ്രമതകൾ അവിടുത്തെ ഖൽബിനെ ഗ്രസിച്ചിരുന്നില്ല. സമ്പത്തുണ്ടായിരുന്നു, പക്ഷേ അല്ലാഹുവിനെ ചിന്തിക്കാൻ, അല്ലാഹുവിന്റെ ഇബാദത്തിൽ ലയിക്കാൻ, അല്ലാഹുവുമായിട്ടടുക്കാൻ ആ സമ്പത്ത് ഒരിക്കലും അവിടുത്തേക്ക് തടസ്സമായിരുന്നില്ല മുഅ്മിനീങ്ങളെ. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പാവപ്പെട്ട സഹാബിയാണ്. ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്ത സഹാബിയാണ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വളരെ പ്രയാസങ്ങൾ സഹിച്ച സഹാബിയാണ്. മഹാനവറുകൾ പറയുന്നത് കാണാം. عن مجاهد رضي الله عنه أن أبا هريرة كان يقول الله الذي لا إله إلا هو إن كنت لأعتمد بكبدي على الأرض من الجوع وإن كنت لأشد الحجر على بطني من الجوع. പലപ്പോഴും വിശന്നിട്ട് സഹിക്കാൻ വയ്യാതെ ഞാനിങ്ങനെ ഭൂമിയിൽ എന്റെ വയർ ചേർത്ത് വെച്ച് കമിഴ്ന്നു കിടക്കുമായിരുന്നു. സയ്യിദുനാ അബൂ ഹുറൈറ പറയുകയാണ്, പലപ്പോഴും വിശപ്പ് സഹിക്കാനാകാതെ ഞാൻ കല്ലുകളെടുത്ത് എന്റെ വയറിനോട് ചേർത്ത് വെച്ച് കെട്ടുമായിരുന്നു. സയ്യിദുനാ അബൂ ഹുറൈറ ولقد قعدت يوما على طريقهم الذين يخرجون منه فمر أبو بكر رضي الله عنه. ഒരിക്കൽ വിശപ്പ് കഠിനമായിട്ട് ആളുകൾ ഇങ്ങനെ കടന്നു പോകുന്ന വഴിയിൽ ഞാനിങ്ങനെ കിടന്നു. അന്നേരത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കടന്നു വരികയാണ്. ഫസഅൽതുഹു അൻ ആയത്തിൻ മിൻ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനെ പറ്റി ഞാൻ അവിടുത്തെയോട് ചോദിച്ചു. മാ സഅൽതുഹു ഇല്ലാ ലിയുശ്ബിഅനി. വല്ലാതെ വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ചോദിച്ചതാ. ആയത്ത് മനസ്സിലാകാഞ്ഞിട്ടല്ല, ആയത്തിൽ ഡൗട്ടുണ്ടായിട്ടല്ല. എന്റെ വിശപ്പ് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ട്രിക്ക് പ്രയോഗിച്ചതാണ്. പക്ഷേ സിദ്ദീഖ് തങ്ങൾ ഫമറ വലം യഫ്അൽ, ഒന്നും പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല, പാസ് ചെയ്തു പോയി. സുമ്മ മറ ബി ഉമർ, പിന്നീട് കടന്നു വന്നത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. തങ്ങളോടും ഫസഅൽതുഹു അൻ ആയത്തിൻ മിൻ കിതാബില്ലാഹ് മാ സഅൽതുഹു ഇല്ലാ ലിയുശ്ബിഅനി. ഞാൻ വല്ലാതെ വിശപ്പിന്റെ അവശത കൊണ്ട് ഒരു ആയത്തിനെ പറ്റി ചോദിച്ചു. പക്ഷേ എന്റെ ലക്ഷ്യം അതല്ല, വിശപ്പാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ നിന്ന് ശ്രദ്ധിച്ചിട്ട് എന്തേ അബൂ ഹുറൈറ വിശപ്പുണ്ടോ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചെനിക്കൊരൽപ്പം ഭക്ഷണം തരണമെന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ ആ ആയത്തിനെ പറ്റി ചോദിക്കുന്നത്. അവിടെ കടന്നുപോയി. പിന്നേതാ കടന്നു വരുന്നതാരാണ്? സുമ്മ മറ ബി അബുൽ ഖാസിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ മുത്തുനബി കടന്നു വരികയാണ്. ഫതബസ്സമ ഹീന റാനി. എന്നെ കണ്ടപ്പോ തന്നെ മുത്തുനബി അങ്ങ് ചിരിച്ചു. വഅറഫ മാ ഫീ നഫ്സി വമാ ഫീ വജ്ഹി. എന്റെ മുഖത്ത് നോക്കിയപ്പോ തന്നെ മുത്തുനബിക്ക് എന്റെ കാര്യം മനസ്സിലായി. എന്നോട് പറഞ്ഞു, മോനെ അബൂ ഹുറൈറ, ലബ്ബൈക യാ റസൂലല്ലാഹ്, എന്നോടൊപ്പം വന്നേ അബൂ ഹുറൈറ.
ഞാനങ്ങനെ പ്രതീക്ഷയോടെ മുത്തുനബിയുടെ കൂടെ നടന്നു ചെന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും മുസ്ലിം ഐഡന്റിറ്റിയിൽ ജീവിക്കുന്ന ആളുകളാ. ഞാനും നിങ്ങളും ഇസ്ലാമിന്റെ പേരിൽ താമസിക്കുന്ന ആളുകളാ. ഒരു ദിവസമെങ്കിലും വിശപ്പ് സഹിക്കാനാകാതെ ഭൂമിയോട് വയറിനെ ചേർത്ത് നിർത്തിയിട്ട് കിടക്കേണ്ട ഒരു ഗതികേട് നമുക്കാർക്കെങ്കിലും വന്നിട്ടുണ്ടോ? വിശപ്പിന്റെ കാഠിന്യം നിമിത്തം നമ്മൾ ആരെങ്കിലും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ മുഅ്മിനീങ്ങളെ. എന്നാൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബി പ്രമുഖനായ 5000-ലേറെ ഹദീസുകൾ നിവേദനം ചെയ്ത സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ പ്രയാസം അനുഭവിച്ച ആളുകളാണ്. അല്ലാഹുവിന്റെ റസൂലതാ ഫവജദ ലബനൻ ഫീ ഖദഹിൻ, ഒരു പാൽപാത്രം കൊണ്ടുവരികയാണ്, അല്പം പാലുണ്ട്. എന്നിട്ട് പറഞ്ഞു, മോനെ അബൂ ഹുറൈറ, അഹ്ലുസ്സുഫയുടെ ആളുകളെ വിളിച്ചേ. അങ്ങനെ ഞാൻ അഹ്ലുസ്സുഫയുടെ ആളുകളെ വിളിക്കാൻ പോയി. ആരാണ് അഹ്ലുസ്സുഫക്കാരെന്നറിയുമോ? അഹ്ലുസ്സുഫത്തി അളിയാഫുൽ ഇസ്ലാം, ലാ യഖൂന ഇലാ അഹ്ലിൻ വലാ മാലിൻ വലാ ലാഹദിൻ. വീട്ടുകാരില്ലാത്ത, ഒരാളും അവലംബിക്കാനില്ലാത്ത, സമ്പത്ത് ആശ്രയിക്കാനില്ലാത്ത പാവപ്പെട്ട സഹാബിമാരാണ്. മദീനയിലെ മുത്തുനബിയുടെ മസ്ജിദ് നബവിയുടെ തിണ്ണയിൽ ഇങ്ങനെ കിടക്കും. മുത്തുനബിയുടെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഹദീസുകളെ കുറിച്ചു വെക്കാൻ, റസൂലുള്ള പറയുന്ന വിശുദ്ധമായ ഹദീസുകളെ ഹൃദയത്തിലേറ്റെടുക്കാൻ മുത്തുനബിയോടൊപ്പം സദാ ജാഗരൂകരായി കഴിഞ്ഞുകൂടുന്ന അഹ്ലുസ്സുഫയിൽപ്പെട്ട പാവപ്പെട്ട സഹാബിമാരുണ്ടല്ലോ, അവരെ വിളിക്കാൻ പറഞ്ഞു. സംഭവം സുദീർഘമാണ് മുഅ്മിനീങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരു സ്വതക്ക കൊണ്ടു കൊടുത്താൽ ആ സ്വതക്ക നേരെ അഹ്ലുസ്സുഫയുടെ ആളുകളിലേക്ക് കൊടുത്തുവിടും. ഇനി ഹദിയ കൊണ്ട് കൊടുത്താലോ, ഇദാ തതുഹു സ്വതഖത്തൻ ബഅത ബിഹാ ഇലൈഹിം വലം യതനാവൽ മിൻഹാ ശൈഉൻ, ഒന്നും എടുക്കാതെ റസൂലുള്ളാഹി അവർക്ക് കൊണ്ട് കൊടുക്കും. എന്നാൽ മുത്തുനബിക്ക് ആരെങ്കിലും സമ്മാനം കൊടുത്തു വിട്ടാലോ, ഹദിയ കൊണ്ട് കൊടുക്കുമ്പോൾ കുറച്ച് മുത്തുനബി എടുത്തിട്ട് ബാക്കി അവർക്ക് കൊടുത്തേക്കും. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പോറ്റുന്ന മുതഅല്ലിമീങ്ങളാണ് അഹ്ലുസ്സുഫയുടെ ആളുകളായ സഹാബിമാർ. അവരെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു ചെറിയ പാത്രത്തിൽ അല്പം പാലുണ്ട്. ഈ പാലങ്ങളെയാണ് ഈ മുഴുവൻ ആളുകൾക്കും കൊടുക്കുക. അബൂ ഹുറൈറ തങ്ങൾ സംഘിക്കുന്ന നിമിഷങ്ങളുണ്ട്, നമുക്ക് അനലൈസ് ചെയ്യാൻ നേരമില്ല. സഹാബി വര്യൻ അവരെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, പാല് കൊടുക്കൂ, അഹ്ലുസ്സുഫയുടെ ആളുകൾക്ക് പാല് കൊടുക്കൂ. ആ ചെറിയ പാത്രത്തിൽ അല്പം പാലുണ്ടായിരുന്നു. അഹ്ലുസ്സുഫയുടെ ആളുകൾ മുഴുവനും ആ പാല് കുടിച്ചു. വഖദ് റളിയൽ ഖൗമു കുല്ലുഹും, അവരെല്ലാവരും പാല് കുടിച്ചു. അവസാനം അത് റസൂലുള്ളാഹിന്റെ മഹാനായ അബൂ ഹുറൈറ തങ്ങളുടെ ചാരത്ത് എത്തിയപ്പോൾ മുത്തുനബി പറയുകയാണ്, ബഖീതു അന വഅന്ത യാ അബൂ ഹുറൈറ. എല്ലാവരും കുടിച്ചു അല്ലേ അബൂ ഹുറൈറ? ഇനി ഞാനും നീയും ബാക്കിയുണ്ട് അല്ലേ അബൂ ഹുറൈറ? നീയും കുടിച്ചോളൂ മോനെ. അങ്ങനെ മഹാനായ അബൂ ഹുറൈറ തങ്ങളും കുടിച്ചോ, മുത്തുനബിയും കുടിച്ചോ. പിന്നെയും അത് ബാക്കിയായി. മുഅ്മിനീങ്ങളെ, ഇവിടെ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. വേണമെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ മുഅ്ജിസത്ത് കാണിച്ച് ഭോജനം നടത്താമായിരുന്നു. പക്ഷേ അവിടൊന്നും നടത്തിയിട്ടില്ല. എന്ന് വെച്ച് അനുചരനായ സഹാബി വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നടുറോട്ടിൽ വഴിയരികിൽ ആരെങ്കിലും സഹായിക്കട്ടെ എന്ന് കരുതി വിശപ്പിന്റെ കാഠിന്യം നിമിത്തം വയറ് ഭൂമിയോട് ചേർത്ത് വെച്ച് കമഴ്ന്നു കിടന്നപ്പോൾ മുത്തുനബി അവിടെ മോചിതത്ത് കൊണ്ട് ആ പ്രിയപ്പെട്ട അനുചരന് കാരുണ്യത്തിന്റെ കര കാണാത്ത കടലായ റസൂലുള്ളാഹി ആ അനുചരന് ആശ്വാസം പകരുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
മുഅ്മിനീങ്ങളെ, എനിക്കോ നിങ്ങൾക്കോ ജീവിതത്തിൽ ഒരിക്കലും ഭക്ഷണം തികയാതെ വന്നതല്ല, ഭക്ഷണം തികയാതെ വന്ന അനുഭവമില്ല. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ളത് കളയാൻ നമ്മൾ എത്ര അനുഭവങ്ങളാ നമുക്കുണ്ടായത്. നമുക്ക് കഴിക്കാൻ മേലാതെ ആരും കാണാതെ വലിച്ചെറിഞ്ഞു പോയ, വീട്ടിന്റെ പരിസരത്ത് കുഴിയെടുത്തിട്ട് മറവ് ചെയ്തു പോയ എത്ര അനുഭവങ്ങളാ എനിക്കും നിങ്ങൾക്കുമൊക്കെ പറയാറുള്ളത്. എന്നാൽ ഹബീബായ മുത്തുനബിയുടെ അവിടുത്തെ സഹാബത്തിന്റെ അവസ്ഥ എന്താണ്? സമ്പത്ത് കൊണ്ടവരാരും അഹങ്കരിച്ചു എന്ന ആളുകളല്ല, അവർ ധൂർത്ത് കാണിച്ചു എന്ന ആളുകളല്ല, ഭക്ഷണം കുഴിച്ചിട്ട ചരിത്രം അവരുടെ ജീവിതത്തിലില്ല. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിശന്നിട്ട് കിടക്കാൻ കഴിയാതെ എഴുന്നേറ്റ് നടക്കുകയാണ്. പാതിരാത്രി സമയമാണ്, ആരും ഉറക്കാൻ, എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുന്ന ടൈമാണ്. വിശപ്പിന്റെ കഠോരമായ കാഠിന്യ നിമിത്തം എഴുന്നേറ്റ് നടക്കുകയാണ് ഫാറൂഖ്. നടന്ന് നോക്കുമ്പോൾ അതാ പാതിരാവിന്റെ പഴുതിലൂടെ ഒരു നിഴല് കാണുകയാണ്. ആരാണ്? എതിരെ കയറി വരുന്നതാരാണ്? അബൂബക്കർ സിദ്ദീഖ്. എന്താണ് സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലയോ? നിങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലയോ? എന്തിനാണ് ഈ പാതിരാത്രി സമയത്ത് എഴുന്നേറ്റ് നടക്കുന്നത്? വിശപ്പിന്റെ കാഠിന്യം എന്നെ പിടികൂടുന്നു, വിശപ്പിന്റെ വേദന എന്നെ പിടികൂടുന്നു, എനിക്ക് ഉറക്കം വരുന്നില്ല ഫാറൂഖ്. നിങ്ങളെന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടത്? അതേ സിദ്ദീഖ് തങ്ങളെ, ഉമറുൽ ഫാറൂഖും വിശക്കുന്നു, ഉമറുൽ ഫാറൂഖിന് ഉറക്കം വരുന്നില്ല, ഉമറുൽ ഫാറൂഖിനും വിശന്നിട്ട് കിടന്നിട്ട് കിടപ്പ് വരുന്നില്ല. ഞാനും വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എഴുന്നേറ്റ് നടന്നതാണ്. അതേ സമയത്ത് രണ്ടുപേരും വിഷന്നവസരായി കൈകൾ കോർത്തു പിടിച്ചിട്ട് മദീനയിലെ തണുപ്പുള്ള രാത്രിയിൽ പാതിരാത്രി സമയത്ത് കടന്നു പോകുമ്പോൾ എതിരെ ഒരാൾ കടന്നു വരുന്നു. ആരാണ്? അത് നമ്മുടെ നേതാവായ മുത്തുനബിയാണ്. എന്തിനാണ് നബിയെ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റ് നടന്നത്? അതേ കാരണം കൊണ്ട് തന്നെയാണ് ഞാനും എഴുന്നേറ്റ് നടക്കുന്നത്. നിങ്ങളെ രണ്ടുപേരെയും എഴുന്നേറ്റ് നടത്തിച്ച വസ്തുത എന്താണ്? അതേ വസ്തുതയാണ് എന്നെയും എഴുന്നേറ്റ് നടത്തിപ്പിച്ചത്. മഹാനായ മുത്തുനബി അവരോട് പറയുകയാണ്, അനുയായികളായ നിങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ നേതാവായ വയറ് നിറച്ച ആഹാരം കഴിക്കുന്നുവെന്ന് കരുതിയോ സിദ്ദീഖേ? വയറ് നിറച്ച ആഹരിച്ചു കഴിയുന്നു എന്ന് കരുതിയോ ഫാറൂഖേ? എനിക്കും വിശക്കുന്നു, എനിക്കും പശിക്കുന്നു, എനിക്കും വല്ലാത്ത വിശപ്പ് അനുഭവപ്പെടുന്നു. ആര് പറയുന്നതാ? ആര് പറയുന്നതാ? ആകാശലോകങ്ങളല്ല ആർക്കു വേണ്ടി പടച്ചോ? ആ നേതാവ് പറയുകയാണ്, ഭൂമണ്ഡലങ്ങളെ അല്ല ആർക്കു വേണ്ടി പടച്ചോ? ആ നേതാവ് പറയുകയാണ്, വിശന്നിട്ടുറക്കം വരുന്നില്ല. എന്തൊരു ദാരുണമായ ദുരവസ്ഥയാണ് മുഅ്മിനീങ്ങളെ. വിശന്നിട്ടുറക്കം വരാതവർ മൂവരും ഇരുളിന്റെ മറവിലായി യാത്രയായി. അകലെ ഒരു തിരിനാളം, അകലെ ഒരു തിരിനാളം എരിയുന്ന രംഗം കണ്ടവിടേക്കവർ മൂവരും പോകലായി. അവിടേക്കവർ മൂവരും പോവലായി. അകലെ എവിടെയോ ഒരു വെളിച്ചം കാണുന്നു. നേരെ കടന്നു ചെല്ലുകയാണ്. റസൂലുള്ള വാതിലിൽ നിന്ന് വിളിച്ചു, അസ്സലാമു അലൈക്കും. ആരും സലാം മടക്കുന്നില്ല. വീണ്ടും രണ്ടാമതും പറഞ്ഞു, അസ്സലാമു അലൈക്കും. ആരും സലാം മടക്കുന്നില്ല. ഇത് അൻസാരിയായ സഹാബിയുടെ വീടാണ്. ആ വീട്ടിന്റെ വാതിലിൽ പോയി സലാം പറഞ്ഞു. മൂന്നാമതും സലാം മടക്കാത്തത് കൊണ്ട് മൂവരും വിഷണ്ണരായി തിരികെ നടക്കുകയാണ്.
ആ സമയത്ത് ഒരു അൻസാരിയായ പെണ്ണ് വിളിച്ചു പറയുന്നു, വഅലൈക്കുമുസ്സലാം. മോളെ, ഒന്നാമത്തെ സലാം നീ കേട്ടില്ലേ? രണ്ടാമത്തെ സലാം നീ ശ്രവിച്ചില്ലേ? മൂന്നാമത്തെ സലാം നീ മനസ്സിലാക്കിയില്ലേ? കേട്ടു നബിയേ, പക്ഷേ സലാം പറയുന്നത് നബിയാണ്. നബി സലാം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സലാമിന്റെ അർത്ഥം നിങ്ങളിൽ അല്ലാഹുവിന്റെ രക്ഷകടാക്ഷങ്ങൾ വർഷിക്കട്ടെ എന്നല്ലേ? റസൂലുള്ള സലാം പറയുമ്പോൾ അല്ലാഹുവിന്റെ ലോകത്ത് നിന്ന് ഞങ്ങൾക്ക് രക്ഷകടാക്ഷങ്ങൾ വർഷിക്കുകയല്ലേ നബിയേ? ഞാൻ മെല്ലെ അങ്ങ് സലാം മടക്കി. രണ്ടാമത്തെ സലാമും ഞാൻ മെല്ലെ മടക്കി. മൂന്നാമത്തെ സലാമും ഞാൻ മെല്ലെ മടക്കി നബിയേ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹ വർഷങ്ങൾ അത് അനവരതം ചെയ്യാൻ ആഗ്രഹിച്ച് മടക്കിയതാണ്. ഉറക്കെ മടക്കാത്തത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ നിമിഷം അവരെ മൂവരെയും കയറ്റിയിരുത്തുകയാണ്. ഭർത്താവ് നോക്കുമ്പോൾ വെള്ളം കോരിക്കൊണ്ട് വരികയാണ്. ഇന്നത്തെ അതിഥികൾ ആരാണ്? അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ ഏറ്റവും പ്രിയങ്കരായ രണ്ടനുയായികളും. സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്ന നേരത്ത് മുത്തുനബിയുടെ വലതു ഭാഗത്ത് നിൽക്കുന്ന സിദ്ദീഖ് തങ്ങളും റസൂലുള്ളാഹിന്റെ ഇടത് ഭാഗത്ത് നിൽക്കുന്ന ഫാറൂഖ് തങ്ങളുമാണ്. രണ്ടുപേരുമാണ്. അതേ മൂന്ന് വലിയ അതിഥികൾ. ഏറ്റവും വലിയ ആതിഥ്യം എനിക്ക് ഭാഗ്യം ലഭിച്ച അതിഥികൾ ഈ പാതിരാത്രിയിൽ കടന്നു വന്നുവല്ലോ. ഏറ്റവും വലിയ ബഹുമാന്യരായ അതിഥികൾ ഇങ്ങനെ ചാരത്തി രാത്രിയിൽ കടന്നുവല്ലോ. ആടിനെ പാകം ചെയ്ത് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന നേരത്ത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂലുള്ള പറയുകയാണ്, മോനെ സിദ്ദീഖേ, മോനെ ഫാറൂഖേ, എല്ലാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അല്ലാഹു ചോദിക്കും. മോനെ, ثم لتسألن يومئذ عن النعيم ثم لتسألن يومئذ عن النعيم. എല്ലാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന അർത്ഥം വരുന്ന ഖുർആൻ ആയത്ത് ഇങ്ങോട്ട് ഓതുന്ന നേരത്ത് റസൂലുള്ളാഹി തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ ചോദിക്കുകയാണ്, നബിയേ, ഈ കിട്ടിയ അനുഗ്രഹത്തെ പറ്റി വന്ന് ചോദിക്കുമോ? ഞാൻ സിദ്ദീഖേ ചോദിക്കും. ആ നേരത്തെ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഇപ്പൊ കഴിച്ച ആഹാരം ഈ ആയത്തിന്റെ പവർ കൊണ്ട് അങ്ങ് ദഹിച്ചു പോയല്ലോ നബിയേ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ജീവിതവും മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ ജീവിതവും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കൂ.